പമ്പാ തീരത്ത് ആഗോള അയ്യപ്പ സംഗമത്തിന് വേണ്ടിയുള്ള പന്തലിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. പന്തലിന്റെ മേൽക്കൂരയുടെ പണി ഏതാണ്ട് പൂർത്തിയായി. ഗ്രീൻ റൂം, മീഡിയ റൂം, VIP ലോഞ്ച് എന്നിവയെല്ലാം ഇവിടെ ഒരുക്കുന്നുണ്ട്. 1.85 കോടി രൂപ മുടക്കി പണിയുന്ന ഈ പന്തൽ സത്യത്തിൽ ഭക്തന്മാർക്ക് വേണ്ടിയുള്ള ഒരു വികസന സെമിനാറിനുള്ള വേദിയാണ്. എന്നാൽ ഇതിനെതിരെ ഹൈന്ദവീയം ഫൗണ്ടേഷൻ സംഘടനാ സെക്രട്ടറി മുക്കാപ്പുഴ നന്ദകുമാർ രംഗത്തെത്തിയിരിക്കുന്നു. ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ സർക്കാർ നടത്തുന്നത് ഒരു അസുര സംഗമമാണെന്ന് അദ്ദേഹം ആരോപിക്കുന്നു. അയ്യപ്പ ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിട്ടും സെപ്റ്റംബർ 19, 20 തീയതികളിൽ വെർച്വൽ ക്യൂ ബുക്കിംഗിന് സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തിയെന്ന് അദ്ദേഹം പറയുന്നു. ഈ ദിവസങ്ങളിൽ വെർച്വൽ ക്യൂ വഴി 1000 പേർക്ക് മാത്രമേ ബുക്ക് ചെയ്യാൻ കഴിയൂ എന്നാണ് ആരോപണം. പമ്പയിലെ സ്പോട്ട് ബുക്കിംഗ് നിയന്ത്രണങ്ങൾ ഇല്ലാത്ത സർക്കാരിന്റെ അതിബുദ്ധിയാണ്. സന്നിധാനത്തെ നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ പമ്പയിൽ തിരക്കുണ്ടാകില്ലല്ലോ എന്നാണ് സർക്കാരിന്റെ ഈ നീക്കത്തിന് പിന്നിലെ ലക്ഷ്യമെന്നും അദ്ദേഹം പറയുന്നു. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കണമെന്ന പന്തളം കൊട്ടാരത്തിന്റെയും സംഘടനകളുടെയും ആവശ്യം സർക്കാർ അംഗീകരിച്ചിട്ടില്ല. കേസുകൾ പിൻവലിക്കാത്തതിൽ പന്തളം കൊട്ടാരം അതൃപ്തിയിലാണ്. ആഗോള അയ്യപ്പ സംഗമത്തിൽ ശബരിമല ആചാരങ്ങളോ യുവതീ പ്രവേശനം സംബന്ധിച്ച സുപ്രീം കോടതി കേസുകളോ ചർച്ച ചെയ്യേണ്ടതില്ലെന്നാണ് സർക്കാർ തീരുമാനമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. വെറും വികസന ചർച്ചകൾ മാത്രമാണ് സംഗമത്തിന്റെ അജണ്ട. മുക്കാപ്പുഴ നന്ദകുമാർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഇപ്രകാരമാണ്. ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ സർക്കാർ നടത്തുന്നത് വെറുമൊരു നിക്ഷേപ സംഗമമാണ്. ഇതിനായി വെർച്വൽ ക്യൂ ബുക്കിംഗിന് നിയന്ത്രണം ഏർപ്പെടുത്തി ഭക്തരെ ബുദ്ധിമുട്ടിക്കുന്നു. ഇത് ഹൈക്കോടതി ഉത്തരവിന്റെ ലംഘനമാണ്. ഭക്തർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകരുതെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു. VIP വാഹനങ്ങൾക്ക് പ്രത്യേക പാർക്കിംഗ് ഒരുക്കിയതും ഹൈക്കോടതി നിർദ്ദേശങ്ങൾക്കെതിരാണ്. ശബരിമലയിലെ ആചാര സംരക്ഷണത്തിനായി പ്രക്ഷോഭം നടത്തിയവർക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കാത്തത് സർക്കാരിന്റെ ഹിന്ദുവിരുദ്ധ നിലപാടാണ്. കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പിന് കീഴിലുള്ള കടുവ സംരക്ഷണ കേന്ദ്രത്തിൽ ഇത്തരം ആൾക്കൂട്ടങ്ങളും സമ്മേളനങ്ങളും നടത്തുന്നത് നിയമലംഘനമാണെന്നും ഇത് സംബന്ധിച്ച് പ്രധാനമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു. ഈ സംഭവങ്ങളെല്ലാം വിശ്വാസവും ഭരണകൂടവും തമ്മിലുള്ള തർക്കങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നു. ആഗോള അയ്യപ്പ സംഗമം വികസന സെമിനാർ മാത്രമാകുമോ അതോ പുതിയ വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും വഴി തുറക്കുമോ എന്ന് കണ്ടറിയണം.